കൺഫ്യൂഷൻ വരേണ്ട. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടെൻസ് കേട്ടു നോക്കുക. 10 വർഷമായി അവർ ഇവിടെ താമസിക്കുന്നുണ്ട്. നമുക്ക് 4 തരത്തിൽ ഇത് പറയാം. They have lived here for 10 years. They have lived here since 2010. രണ്ടും പ്രസന്റ് പെർഫെക്റ്റ്. They have been living here since 2010. They have been living here for 10 years. ഇവ രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. താമസിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ലെങ്കിലോ they are living here now എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അമ്മയോടൊപ്പം ഞാൻ താമസം തുടങ്ങിയിട്ട് 20 കൊല്ലമായി. നാലു തരത്തിൽ പറയാം. I have stayed with my mother since 2000. I have stayed with my mother for 20 years. ഇവ രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. I have been staying with my mother since 2000. I have been staying with my mother for 20 years. ഇവ രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കേട്ടല്ലോ? ഈ രണ്ടു ടെൻസുകളും ഉപയോഗിക്കാം. പക്ഷേ ഈ ആവശ്യത്തിന് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. 2 മണിക്കൂറുകളായി അവൾ കത്തെഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. She has been writing a letter for 2 hours. ഇന്ന് രാവിലെ മുതൽ നീ ചെടികൾ നനച്ചുകൊണ്ടേയിരിക്കുകയാണ്. You have been watering the plants since this morning. 7 മണിക്ക് ശേഷം ഞങ്ങൾ ഗ്രാമർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. We have been learning English grammar since 7 a.m. The teacher has been teaching English for 3 hours. My mother has been swimming in the river for 2 hours. They have been playing cricket for 10 hours. ഭൂതകാലത്ത് ആരംഭിച്ച ഒരു പ്രവൃത്തി ദീർഘനേരം തുടർച്ചയായി നടക്കുകയും ഇപ്പോഴും ഈ പറയുമ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം.
പക്ഷേ ചെറിയ ചില സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനിടയുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇവ രണ്ടും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവാൻ ഇടയുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട 5 ബേസിക് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഒരു WH ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, യെസ് ഉപയോഗിച്ചുള്ള അതിൻ്റെ ഉത്തരം, നോ ഉപയോഗിച്ചുള്ള മറ്റൊരു ഉത്തരം. ഇങ്ങനെ മുൻപ് നമ്മൾ പഠിച്ച 5 തരം ബേസിക് സെൻറ്റൻസ് നമുക്ക് നോക്കാം. What have you been doing? I have been teaching English. Have you been teaching English? Yes, I have been teaching English. No, I have not been teaching English. What has she been doing? She has been playing chess. Has she been playing chess? Yes, she has been playing chess. No, she has not been playing chess. What has he been reading? He has been reading a novel. Has he been reading a novel? Yes, he has been reading a novel. No, he has not been reading a novel. ഇങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട ബേസിക് സെൻറ്റൻസുകൾ രൂപീകരിക്കുന്നത്. ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ പരീക്ഷകൾക്ക് ഈ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറില്ല. അതുകൊണ്ട് ഈ ടെൻസ് പഠിപ്പിക്കാനായി അധിക സമയം ചെലവഴിക്കുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ 16ഓളം വീഡിയോകളിലായി ചർച്ച ചെയ്തത് പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട 4 ടെൻസുകളാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 4 ടെൻസുകൾ വിശദമായി നാം ചർച്ച ചെയ്തു.
ഇനി പാസ്റ്റ് ടെൻസ് ആണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അത് പഠിച്ചു തുടങ്ങാം. ഈ 4 ടെൻസുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞ 4 ടെൻസുകളും അനവധി തവണ ആവർത്തിച്ച് കേട്ട് മനസ്സിൽ അവ ഉറപ്പിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുക. താമസിയാതെ അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. തൽക്കാലം വിട.